എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. മുത്തശ്ശി തൻ്റെ സങ്കടം, പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നയനയോട് പറയുകയായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, പൂജാരിയെ ഒന്ന് കണ്ടു നോക്കാം, ക്ഷേത്രത്തിലേക്ക് ഞാനും അമ്മയും പോകുന്നുണ്ട്, അപ്പോൾ പൂജാരിയോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോവുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നയന ശേഷം പൂജാരിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ടായിരുന്നു, വിഘ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട് എന്ന് ആദ്യം എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ പുരോഹിതൻ പറഞ്ഞതോടെ അത് തള്ളിക്കളയാനാവില്ല, അതുണ്ട്. അപ്പോൾ പ്രതിവിധി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വാഴക്കല്യാണമാണ് പ്രതിവിധി. ആദ്യത്തെ താലി കെട്ടി, വാഴയെ താലി കെട്ടി അതിനെ വെട്ടിക്കളയുക, ശേഷം രണ്ടാമത്തെ താലി കെട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രശ്നമൊക്കെ തീരുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ താൻ കേട്ടിട്ടുണ്ടെന്നും വാഴക്കല്യാണം ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അപ്പുറത്ത് തൊഴാൻ പോയി എന്ന് പറയുമ്പോൾ ആൽമരത്തിൽ അവിടെ തൊഴാൻ പോയാൽ നല്ലതാണ്, സന്താനഭാഗ്യം ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടിയായിരിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നയന തിരിച്ച് വീട്ടിലേക്ക് പോവുകയും വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ മുത്തശ്ശി കുഴമ്പ് തേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നയന ചെന്ന് മുത്തശ്ശിയുടെ കൈക്കുമൊക്കെ കുഴമ്പ് തേച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പൂജാരിയെ കണ്ട വിവരവും പ്രതിവിധി വാഴക്കല്യാണമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്നാൽ പിന്നെ അത് തന്നെ ചെയ്ത് കളയാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറഞ്ഞു, അനിയോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട, തടസ്സങ്ങളുള്ളതുകൊണ്ട് അത് നീങ്ങാൻ വേണ്ടിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നും മുത്തശ്ശിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പോയി നല്ല ഒരു വാഴ കണ്ടു വെക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ അതിനായി പുറപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ നല്ലൊരു വാഴയെ തന്നെ കണ്ടുപിടിച്ച് അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജാരിയും വന്നു, വീട്ടിലെ അംഗങ്ങളെല്ലാം എത്തി അതിന് താലി കെട്ടാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ഇരിക്കുകയായിരുന്നു. ഇതിനിടെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഇവിടുത്തെ രണ്ട് ആൾക്കാരെയും വെട്ടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ളതും 2 വാഴകളാണ്, ഇതുപോലെ രണ്ടാമതൊരു കല്യാണം നമ്മുടെ മക്കൾക്കും ഉണ്ടാവുമായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നയനി നവ്യ ഇത് കേൾക്കുകയും അവർക്ക് വിഷമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ഇത് കേൾക്കുന്നുണ്ട്, ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടെ അനി പറയുന്നുണ്ടായിരുന്നു ജാനകിയോട്, ഈ കോപ്രായത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയരുത്, പൂജാരി പറഞ്ഞതാണ് ഇത് ചെയ്യണം എന്നൊക്കെ പറയുകയും, പിന്നെ ഈ ഒരു ചടങ്ങിനെ നിർബന്ധിച്ചത് വേറെ ആരുമല്ല, നിനക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അനി. അപ്പോൾ അതാരെങ്കിലും ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞു ജാനകി. പിന്നീട് അനിക്ക് താലി കൊടുക്കുകയും താലി കെട്ടുകയും ചെയ്യുന്നുണ്ട് വാഴയിൽ. ശേഷം പൂജാരി ആ വാഴയെ വെട്ടിക്കളയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അനി തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയെല്ലാം ഭംഗിയായി നടക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഇവിടെയുള്ളവരൊക്കെ ഇത് അത്ര ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നുള്ള രീതിയിൽ നയനയെ കാട്ടി ജാനകി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതാരാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, എന്നെക്കുറിച്ചായിരിക്കും പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ജാനകി പറഞ്ഞു, നീ മാത്രമല്ല, നിന്നെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന മറ്റു പലരും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ജാനകി തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ജലജ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, നയനയോട് ഇപ്പോൾ മുന്നത്തൊരു സ്നേഹമൊന്നും ജാനകിക്കില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണ് കാരണം എന്നറിയണമല്ലോ എന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, ജാനകി എന്താ അങ്ങനെ പറഞ്ഞത്, ജാനകി ആരെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നിന്നെയും ജലജയും കുറിച്ചിട്ടാവും, വേറെ ആരെ കുറിച്ചിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്നെക്കുറിച്ചിട്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത്, ഞാൻ ആദർശിനെ പോലെ തന്നെയാണല്ലോ അനിയെയും കണ്ടത്, എനിക്ക് അവനെയും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ, കല്യാണം മുടങ്ങാൻ വേണ്ടി ചിന്തിക്കുമോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ
ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഓ ആദർശിനെ പോലെയാണ് അനിയും, എൻ്റെ മോൻ മാത്രമാണ് ഇവിടുത്തെ വാഴ എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ശേഷം മുത്തശ്ശി നയനയോട് പിടിച്ച് അകത്തേക്ക് കയറ്റാൻ വേണ്ടി പറയുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയപ്പോൾ ദേവയാനിയും ജലജയും കൂടി പറയുന്നുണ്ട്, ഈ 2 വാഴകളെയും കൂടി നമ്മൾ വെട്ടിക്കളയും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവരെ വെട്ടുന്നതിന് മുന്നേ അവർ നമ്മളെ വെട്ടാതിരുന്നാൽ മതി എന്നും പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നന്ദുവിൻ്റെ വീടാണ്. അച്ഛൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നന്ദു ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോളെ ഇനിയും ഒരുങ്ങിയില്ല എന്ന് പറയുമ്പോൾ നന്ദു ഒട്ടും താല്പര്യമില്ലാതെ, എന്തിനാണ് അച്ഛാ പോകുന്നത്, നാളെ പോയാൽ പോരെ, എനിക്കവിടെ പോകുന്നതൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ മോളെ, ഇന്നെങ്കിലും പോവണ്ടേ, നമ്മളുടെ അവിടുത്തെ 2 മരുമക്കളുടെയും അച്ഛനും അനിയത്തിയല്ലേ, അപ്പോൾ എന്തായാലും പോവേണ്ടതല്ലേ, ഇപ്പോൾ തന്നെ മോള് പറയാതെ പോയിട്ട് അവിടെ ഉള്ളവർക്കുള്ള വിഷമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ അവിടേക്ക് പോകേണ്ടതല്ലേ, അപ്പോൾ ഇന്നെങ്കിലും പോയി പറ്റുന്ന പോലെയൊക്കെ അവരെ സഹായിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. അങ്ങനെ നിർബന്ധിച്ച് നന്ദുവിനെ കൂട്ടി അനന്തപുരിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നോക്കുമ്പോൾ ജാനകി പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യത്തോടെ ജാനകി അവരുടെ അടുത്തേക്ക് വരികയും അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് മുത്തശ്ശിയും ആദർശമൊക്കെ മുന്നേ വരാൻ പറഞ്ഞതായിരുന്നു എന്ന് പറയുകയും, അങ്ങനെ തന്നെ വേണമല്ലോ എന്ന് ജാനകി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് 20 വയസ്സായില്ലേ, കല്യാണം ആലോചനയൊന്നും വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല അങ്ങനെയൊന്നും വരുന്നില്ല, ഇവൾക്ക് ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നയന വരുമ്പോൾ നയനയോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചോദിക്കുകയായിരുന്നു, കല്യാണമൊന്നും ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, അവൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മതി കല്യാണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷവും ചെയ്യാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്, കേട്ടില്ലേ പറഞ്ഞതൊക്കെ, ഇതുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ താല്പര്യമില്ലാത്തത്, അച്ഛനും പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് ദേഷ്യത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ എല്ലാവർക്കും ഒരു വിഷമമല്ലേ എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട്, ആ മുത്തശ്ശിയൊക്കെ സങ്കടമാവും വന്നില്ലെങ്കിൽ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മോളെ ആകെ ഇവിടെ തുണയുണ്ടായിരുന്നത് ജാനകിയായിരുന്നു, അപ്പോൾ അവരും തിരിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് നന്ദുവിൻ്റെ കാര്യം അറിഞ്ഞതോടെ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നയന. മോള് അത് ഒറ്റ ദിവസത്തെ കാര്യമല്ലേ, അതൊന്നും പ്രശ്നമില്ല, നിന്നെ പോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളായിരുന്നു ഞാനും, ഇപ്പോൾ എന്നെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദുവിനെ. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.